ചേട്ടാ, ഈ ശ്രീഹള്ളിയിലോട്ടുള്ള വഴി ഏതാണ്? എന്റെ വന്നേക്കൊച്ചി. അല്ല, മലയാളം. മലയാളം അറിയാമോ? മലയാളം നീ ആളത് കൊത്തത്തില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്കണം. കാളവണ്ടി ഞാൻ കാട്ടിക്കൂടെ വഴി തെറ്റി ഇവിടെ പുരിഞ്ച രക്ഷപ്പെട്ടു. ഇനി ശ്രദ്ധിച്ച് കേക്കണം. ശ്രദ്ധിച്ച്. ശ്രീഹള്ളി. ഹള്ളി. ഞങ്ങൾക്ക് പോണം അങ്ങോട്ട്. അങ്ങള്. അവിടെ പോണം. പോളം. അതെ, അങ്ങള് പോളം. ഓ, അങ്ങള് പോളം. അത് തന്നെ. ഇപ്പൊ ടെക്നിക്ക് പിടി കിട്ടി. അങ്ങള് പോളം. എല്ലാത്തിന്റെയും കൂടെ ള ചേർത്ത് കഴിഞ്ഞാൽ ഇവന്മാരുടെ ഭാഷയായി. ശ്രീഹള്ളി പോളം. വളി. വഴി. ശ്രീഹള്ളി പോള വഴി ഏത്? ಅದೇನು ಗೊತ್ತಿಲ್ಲ. ಒಂದು ಕಿರುಕನ ಕಾಣ್ತಾ ಇದ್ದಾನೆ. ഇത് തെലുങ്കും കന്നഡയൊന്നും അല്ല. ദൈവം ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാടൻ ഭാഷയാണ്. അതാണ്. അത് ശരി. വഴി കുത്തിരിക്കാൻ പോകാൻ പറ്റി. ഈ ഉടുകി ഇവൻ ജൊതേ ബന്ധം കാലത്ത് ഇങ്ങനത്തെ ഇത് ഒരു ചായ. ಅಲ್ಲಿ ಒಂದಾ? ഇവളുടെ ചായയുടെ പൈസ വേറെ, ഞാൻ തരൂല. ഇടത്തൻ ഒരു ಶ್ರೀಹಳ್ಳಿಯಿಂದ ಎಷ್ಟು ದೂರ ಆಗುದು? 1.5 ದಿವಸ ಆಗ್ತದೆ. ಓ, ಹಂಗೇನು. 1.5 ದಿವಸ ಪ್ರಯಾಣ ಆಗ್ತದೆ. ಹೌದು. നീ കാട്ടുജാതിയാ. അതാണ് കുരങ്ങിന്റെ സ്വഭാവം. എന്നോട് മിണ്ടണ്ട. മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ടവന്മാര് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തിരിച്ച് നാട്ടിൽ ചെല്ലണമെങ്കിൽ നമുക്ക് വഴി ചോദിച്ചറിയണ്ടേ? അറിയാവുന്ന വഴി അങ്ങ് പോയാ മതി. എത്തുമ്പോ എത്തട്ടെ. എനിക്കിപ്പൊ തന്നെ അങ്ങ് എത്തണമെന്ന് വലിയ നിർബന്ധമൊന്നും. നിനക്ക് കാണൂല. നിന്നെ വീടും കൂടൊന്നുമില്ല, അയച്ചു വിട്ടിരിക്കല്ലേ. നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞല്ലേ. എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ വന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന്? അയാൾ തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. എന്നോട് വെറുതെ വഴക്കിടാൻ വരണ്ട. പിന്നെ നമ്മളിങ്ങനെ പിണങ്ങിയിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്തെങ്കിലും കടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കേ. കാർത്തുമ്പി പോയി വഴി ചോദിക്കേ. ഞാൻ വേണേ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട. പിന്നെ വഴി ഞാൻ ചോദിക്കാം. പക്ഷേ എനിക്കൊരു കാര്യം വേണം. എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. നിനക്ക് മുദ്ദു ഗവു. അതെന്തോന്നു? മുദ്ദു ഗവു. മുദ്ദു ഗവു. അയ്യേ, ഒരിക്കലും അതൊന്നായിരിക്കും. ചോദിച്ചാ വഴിയുണ്ട്. പക്ഷെ 2 നാള് കഴിഞ്ഞേ പോവാൻ പറ്റൂന്ന്. എന്താ? പുഴയില് മലവെള്ളം ഇറങ്ങിയിട്ട് കാട്ടുവഴി മൂടിക്കിടക്കുക അത്ര. പുഴ? ഇങ്ങോട്ട് ഒരു പുഴയും കടലൊന്നും കണ്ടില്ലല്ലോ. അങ്ങനെ ഒരു വഴി അവർക്കാർക്കും അറിയില്ലാന്ന്. പുഴയിൽ വെള്ളം ഉണ്ടെന്ന് ഈ തോലന്മാർക്ക് എങ്ങനെ അറിയാം? തേനും കൊണ്ട് ചന്തയ്ക്ക് പോയ കാടന്മാര് മടങ്ങിയെത്തിയിട്ടില്ല. അക്കരെ കുടുങ്ങിയിരിക്കാന്ന്. അപ്പുറത്താ നമ്മുടെ നാട്. ഇത് മൈസൂരാ. മൈസൂരാ? ദൈവമേ, ശത്രുക്കൾക്ക് പോലും എന്തൊരു ഗതി കൊടുക്കരുത്. ഈ വഴി മാറി എവിടെയെങ്കിലും കിടക്കണമെന്നാ അവര് പറയണത്. സന്ധ്യ കഴിഞ്ഞ ഈ വഴി കാട്ടാൻ ഇറങ്ങുന്നു. പക്ഷേ തീ കൂട്ടിയിട്ടിരിക്കണണ്ട അടുത്ത് വരില്ല അത്രേ.